PC അണ്ണനെ പിടിക്കാൻ പോലീസ് ചെന്നു. PC അണ്ണൻ അടുക്കള വഴി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. PC അണ്ണനെ കിട്ടിയില്ല, മോനെ കിട്ടി. മോൻ ഇതൊക്കെ വായ്ത്താളം അടിക്കുന്നുണ്ട്. നമുക്ക് മോൻ്റെ വായ്ത്താളം ഒന്ന് കേൾക്കാൻ കഴിച്ചു. എന്താണ് പറയണത് നമ്മൾ കേൾക്കണ്ടേ? രണ്ട് വശവും കേൾക്കണം, വേണ്ടേ? അതാണ് കോടതി. അങ്ങനെയാണ്, അപ്പുറം കേൾക്കും ഇപ്പുറം കേൾക്കും. നമുക്ക് രണ്ട് വശവും കേൾക്കണം. ഏത്? അത് തന്നെ പറഞ്ഞിയ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തിക്കോളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എവിടെ കോടതി? പല അഭിപ്രായങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ കമന്റ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, എല്ലാ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അത് അതിനെ സംബന്ധിച്ച് അത് ആ കമന്റുകളെ സംബന്ധിച്ച് സെറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കമന്റുകളുണ്ട്. അതിപ്പോ അതും എന്ത് വേണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നന്നായി. പാർട്ടിയായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം പാർട്ടിക്കാർ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അന്തം കുന്തം ഇല്ലാണ്ട് അന്തം വിട്ടുപോകും. നല്ല കാര്യം. PC ജോർജ് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം. അത് സത്യമാണ്. പിറ്റേ ദിവസം തന്നെ ക്ഷമാപണം ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, തന്തയ്ക്ക് വിളിച്ചിട്ട് പിറ്റേന്ന് സോറി എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ലെന്ന്, അക്സെപ്റ്റബിൾ അല്ലേ? നമുക്കും അങ്ങോട്ട് വിളിച്ചിട്ട് രണ്ട് ക്ഷമാപണം അങ്ങ് പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കും വന്നിട്ടുണ്ട് ഒരു ഇൻഡാസ്. പുട്ടണൻ ക്ഷമാപണം എഴുതി കൊടുത്താൽ എന്നെ വെറുതെ വിടാം, അല്ലെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലുമെന്നാണ് പറയണത്. എന്തോ ക്ഷമാപണം പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഞാനാണെങ്കിൽ പറയുന്നുമില്ല. കേൾക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിലൊരു പ്രശ്നമുണ്ടളിയാ, നമ്മൾ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാനെ കൊണ്ട് പറ്റൂലല്ലോ. പറഞ്ഞ പ്രസ്താവന എന്താണെന്നും കൂടെ ഓർക്കണ്ടേ? ഈ രാജ്യത്ത് അനിയനും അനിയൻ്റെ കുടുംബത്തിനും എത്രത്തോളം അവകാശമുണ്ടോ അതിൽ ഒരു പങ്ക് പോലും താഴാതെ, ഒരു പങ്ക് പോലും ഉയരാതെ ഈക്വൽ റൈറ്റ്സ് ഉള്ള വ്യക്തികളാണ് ഇവിടുത്തെ ഓരോ ഇസ്ലാം വംശജരും. അവരെ ഈ രാജ്യത്ത് നിന്ന് ഓടിപ്പോ എന്ന് പറയുന്നത് പരം ഒരു ക്രിമിനൽ കുറ്റമുണ്ടോ അളിയ? അത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇസ്ലാം മതവിഭാഗത്തിലുള്ളവരൊക്കെ തന്നെ കുഴപ്പമാണെന്ന്, തീവ്രവാദികളാണെന്ന്, ഈ രാജ്യം വിട്ട് ഓടിപ്പോണമെന്നല്ലേ പുള്ളി പറഞ്ഞത്. അതൊരു ചെറിയ കാര്യമാണ് അളിയ. സോറി പറഞ്ഞാൽ തീരുമോ? അതെന്താ കള്ളം കുടിച്ചിട്ടിരുന്നാണ് ആ പുള്ളി അത് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പിന്നെ മദ്യത്തിൻ്റെ പുറത്ത് മദ്യത്തിൻ്റെ കഞ്ചാവ് അടിച്ചോ ഇരുന്ന് പറഞ്ഞെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അത് വീട്ടിൽ ഇരുന്നിട്ടുള്ള ഒരു വീഡിയോയോ ലൈവോ ഒന്നും അല്ലല്ലോ. സംഗതി എന്തായിരുന്നു? കോടതിക്കകത്ത് നമ്മുടെ ചാനലിനകത്ത് കയറി ഇരുന്നുകൊണ്ട് നല്ല ബോധത്തോടു കൂടി അത്രയും പേര് കാണുന്ന ഒരു ചാനലിൽ, ഒരു മീഡിയത്തിൽ വന്നിരുന്നു കൊണ്ടല്ലേ ഈ വായ്ത്താളം അടിച്ചത്. എത്ര ലക്ഷം പേര് കണ്ടു അത്? അപ്പോൾ പ്രശ്നമല്ലേ? അപ്പോൾ മറ്റുള്ളവർക്ക് എന്തായാലും പ്രശ്നം ഉണ്ടാവത്തില്ലേ? സ്വാഭാവികമാണ്. അത് നമുക്ക് അതിനെപ്പറ്റിയൊന്നും നമുക്കൊന്നും പറയാക്കത്തില്ല. ബാക്കി പറയട്ടെ, എന്തൊക്കെ പറയുന്നു കേൾക്കാം. അതല്ല ഇവിടെ ആ വിഷയം കത്തിച്ച് നിർത്തണം. സ്വാഭാവികമായിട്ടും PC ജോർജിന്റെ അറസ്റ്റിലൂടെ ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്കത് ലൈവായിട്ട് നിർത്തണം. ഇപ്പൊ മനസ്സിലായി, PC ജോർജിന്റെ അറസ്റ്റിലൂടെ മതസൗഹാർദ്ദമാണോ ഉണ്ടാകുന്നതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ഉത്തരം പറയുന്നത്. മതസൗഹാർദ്ദമല്ല കൊടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ തീവ്രവാദികളാണെന്ന് മുദ്ര കുത്തപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അങ്ങനെ മുദ്ര കുത്തപ്പെടുന്ന ഞങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ടെന്ന് ഞങ്ങളുടെ അനന്തരാവകാശികൾക്കും ഞങ്ങൾക്കിടയിലുള്ളവർക്കും ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കണ്ടേ? നിങ്ങളുടെ റൈറ്റ്സിനെ ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാമെന്നാണ് ഇതുകൊണ്ട് തെളിയുന്നത്. ഇതുകൊണ്ട് മതേതരത്വം നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ മതേതരത്വം ഉള്ളത് ഇസ്ലാമിയർക്ക് മാത്രമല്ലേ, വേറെ ആർക്കും ഈ മതേതരത്വം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ കാലത്തും ഈരാറ്റുപേട്ടയെ ഏറെ സ്നേഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പൊ ഈ നോട്ടീസ് എന്ന ഈരാറ്റുപേട്ട CI, അത് ഈരാറ്റുപേട്ട CI ഓഫീസ് PC ജോർജ് ഉണ്ടാക്കിയതാണ്. PC ജോർജ് ഹാജരാകേണ്ട ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി PC ജോർജ് ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ടയിൽ ഇന്ന് കാണുന്നതെല്ലാം PC ജോർജ് ഉണ്ടാക്കിയതാണ്. അത് ശരി, ഈരാറ്റുപേട്ട മൊത്തം ഉണ്ടാക്കിയത് അങ്ങേരാ. അല്ല, ഇത്രയും ഭയങ്കര പൈസക്കാരനോ ഈരാറ്റുപേട്ട? വേറെ ആരുമില്ല. അയ്യോ, അച്ഛനെക്കാട്ടി വലിയ വിടുവായനാണല്ലോ മോന്. അപ്പോൾ ഈ CI ഓഫീസ് ഉണ്ടാക്കിയത് ഇങ്ങേര്, കോടതി ഉണ്ടാക്കിയത് ഇങ്ങേര്, ഈരാറ്റുപേട്ട മൊത്തം ഉണ്ടാക്കിയത് ഇങ്ങേര്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ അത്ര പഞ്ചപാവങ്ങളാ, പിച്ചക്കാരാ? അവന്മാരാണല്ലോ കൊണ്ടുപോയി കേസ് കൊടുക്കാനൊക്കെ ഇവർക്ക് ഇവിടുന്ന് പൈസ കിട്ടിയെന്നുള്ളത്. എന്നാലും ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന, ഒരു നാട്ടിന് വേണ്ടി CI ഓഫീസും കോടതി വരെ ഉണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ദ്രോഹിക്കുന്നത്. ഓർത്തുകൊള്ളൂ മനുഷ്യരെ. നല്ല മാച്ചപ്പ് ഉണ്ട്. സ്വന്തമായി കോടതി ഉണ്ടാക്കുന്നു, ആ കോടതിയിൽ പ്രതിയായി പോയി നിൽക്കുന്നു, കോടതി വിധിയിൽ അനുസരിച്ച് ജയിലിലേക്ക് പോകുന്നു. നല്ല രസമുണ്ടല്ലേ? എന്തായാലും യോഗം ചെയ്ത മനുഷ്യനാണ്, നല്ല പുണ്യം ചെയ്ത പുണ്യാത്മാവാണ് എന്തായാലും. കമ്മിറ്റിയാണ് കേസ് കൊടുത്തേക്കുന്നത്. അപ്പോ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച്
പി സി ജോർജ് യു.ഡി.എഫിലുള്ള സമയത്ത് ലീഗിന്റെ ആ ഒരു എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് ഉണ്ടാക്കിയതാണ്. ലീഗ് എതിർത്ത് അത്രയും വൃത്തികെട്ട ഒരു വിഭാഗമായിരുന്നു ലീഗ്. അവരെതിർത്തിട്ട് പോലും ഇതുണ്ടാക്കി കൊടുത്തു. കാശ് എവിടുന്നാ? മോന്റെ അപ്പന്റെ അടുത്തുനിന്നാ? അപ്പന്റെ ബാങ്കിൽ നിന്നാ? അദ്ദേഹം ഒത്തിരി സ്നേഹിച്ച ഒരു സമൂഹം വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഇപ്പൊ ഇരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഇരാറ്റുപേട്ടയിലുള്ള എല്ലാവരും തീവ്രവാദികളെന്ന് ഒരിക്കലും പി സി ജോർജ് പറഞ്ഞിട്ടില്ല. പക്ഷെ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടനകൾ ഇരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് ഇരാറ്റുപേട്ടയെ സ്നേഹിക്കുന്ന ഈ നാടിന്റെ 10-33 വർഷം ഈ നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിന് ആപത്തുണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യമില്ല. എടാ, അത് ചൂണ്ടിക്കാണിക്കുകയല്ലല്ലോടാ ചെയ്തത്. എല്ലാരും പാകിസ്ഥാനിലൊക്കെ വെച്ചു പിടിച്ചോന്നല്ലേ പറഞ്ഞത്? തീവ്രവാദ മെന്റാലിറ്റി ഉള്ളവരെ ഞങ്ങൾ പണിഷ് ചെയ്യും മാതൃകാപരമായി എന്നല്ലേ ഒരു ജനപ്രതിനിധി പറയേണ്ടത്? പകരം പോടാ പോടാ പാകിസ്ഥാനി പോടാ ഒരു ജനപ്രതിനിധി അത് പറയാൻ പറ്റുമോ? അത് പണ്ടല്ലേ MLA, ഇപ്പൊ എച്ചല്ലേടാ. ഈ പണ്ട് എൻ്റെ ഉപ്പുപ്പാടൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ ചന്തയിൽ തഴമ്പ് വരണമെന്ന് പറയുന്ന കണക്ക് ഒരു രീതിയാണ് ഇങ്ങേർക്ക്. ആ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ. അത് അദ്ദേഹം സംസാരിച്ചിന്റെ ഭാഷയുടെ അറ്റത്തും മൂലയിലും വന്നിട്ടുള്ള സ്വാഭാവികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പി സി ജോർജിന്റെ സംസാര ശൈലി അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം സംസാരിക്കുന്ന പല കയ്യില് നിന്റെ അപ്പനിക്ക് ഇങ്ങനത്തെ ഹാലളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ പിടിച്ച് കെട്ടിയിടണം, പബ്ലിക്കിൽ ഇറക്കി വിടരുത്. നിന്റെ അപ്പനിക്ക് ഇങ്ങനെ ഒരു സംസാര ശൈലി ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നീ കുഞ്ഞുനാളിൽ അപ്പിയിടും, അപ്പിയിട്ടിട്ട് ചിലപ്പോൾ നീ തിരിഞ്ഞിരുന്ന് വാരി തിന്നും. അതുകൊണ്ട് നീ ഇപ്പോഴും അത് ചെയ്താൽ ഞങ്ങൾ ഇപ്പോഴും സഹിക്കണോ? അതൊക്കെ ഒരു പരുവത്തിൽ ചെയ്യുന്നതല്ലേ. നിന്റെ അപ്പനിക്ക് ഹാലുണ്ടെങ്കിൽ നീ അത് വിലക്കണോടാ, അല്ലാണ്ട് ഇങ്ങനെ കയറൂരി വിടരുത്. നമ്മളെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യും നമ്മുടെ പിതാവും മാതാവും ഒക്കെ തന്നെയാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മൾ ചില മിസ്റ്റേക്കുകൾ കാണിക്കും. ജനറേഷൻ ഗ്യാപ്പാണ്. ആ സമയത്ത് നമ്മളെ വിലക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നിനക്ക് വിലക്ക് നിർത്തിക്കൂടെ അളിയ? ഇങ്ങനെയൊക്കെ തെറിയൊക്കെ മാട്ടുകാരെ പറഞ്ഞാൽ മോശമല്ലേ അളിയ? ഹമാസിന്റെ നേതാവിനെ കേരളത്തിൽ കൂടെ പ്രസംഗിച്ചവർക്കെതിരെ കേസില്ല. ഹമാസിന്റെ നേതാവിനെ ആലപ്പുഴത്ത് എഴുന്നള്ളിച്ചവർക്കെതിരെ കേസില്ല. എന്താണ് എന്താണ് ഭരണകൂടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഹമാസ് എന്ന് പറയാൻ, ഹമാസ് ഇവിടുത്തെ ഒരു തീവ്രവാദ സംഘടനയൊന്നുമല്ല. ഈ നാട്ടിലെ തീവ്രവാദ സംഘടനയായിട്ട് ഹമാസിനെ ആരും ഡിക്ലെയറും ചെയ്തിട്ടില്ല. ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അതിനകത്ത് പോലീസ് പിടിക്കേണ്ട കാര്യം എന്താ? ആ ഹമാസ് ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ ഹമാസുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് തീവ്രവാദ പ്രവർത്തനം നടത്താമെന്നോ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അയാളെ എടുത്ത് ഫോട്ടോയ്ക്കകത്ത് വെച്ച് കാണിച്ചു. ഹിറ്റ്ലറെ കാണിക്കുന്നില്ലേ, ശിവാജിയെ കാണിക്കുന്നില്ലേ, ടിപ്പുവിനെ കാണിക്കുന്നില്ലേ? അതൊക്കെ ചെയ്യാം. ഇതിപ്പോ എന്ത്? ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത്? ഒരു കാര്യം തീർത്തു പറയാം. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മതസ്പർദ്ധ ഉണ്ടാകുന്നത് വന്നിട്ടുണ്ടോ? അതിന്റെ പേരിൽ എവിടെയെങ്കിലും ഈ നിമിഷം വരെ എവിടെയെങ്കിലും അത് മതസ്പർദ്ധ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയാൻ കഴിയും? ഒരിടത്തുണ്ടായിട്ടില്ല. ഒരിടത്തും ഉണ്ടാവാത്തോണ്ടാണ് അവര് കേസ് കൊടുത്തത്. എന്തുവാടാ അദ്ദേഹത്തിന്റെ സംസാരങ്ങളും പ്രവൃത്തികളും ഏറെക്കുറെ കേരള ജനതയ്ക്കുള്ള ബോധ്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ കണ്ടന്റ് എന്താണ്? അതായത് അവന്റെ അപ്പനിക്ക് ഹാലിളവി, അവൻ എല്ലാവരുടെയും തന്തയ്ക്കും വിളിക്കും തള്ളയ്ക്കും വിളിക്കും. ഇതേപോലെ നാട്ടിൽ നിന്ന് പോടാ, കടന്നു പോടാ, പറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറയും. നമ്മളത് അങ്ങോട്ട് സഹിക്കണം. നിന്റെ അച്ഛന് പേ പിടിച്ചാൽ നീ അനുഭവിക്കണം, നിന്റെ കുടുംബം അനുഭവിക്കണം, നാട്ടുകാരെന്തിനു അനുഭവിക്കണം? ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം ഇന്നും തുടങ്ങിയതല്ല. അദ്ദേഹത്തിന്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ? ഇത് സംഭവിച്ചു. ഇതിനു മുമ്പ് സംഭവിച്ച പൂഞ്ഞാലിലാണ്, ഇനി സംഭവിക്കാൻ പോകുന്ന തൊടുപുഴയിലാണ്. അപ്പോ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ, രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പി സി ജോർജ് തുടരുക തന്നെ ചെയ്യും. ശരിയാണ്. ഇത്രയും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു മകൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുമ്പോൾ നമ്മളിത് വിശ്വസിക്കണം കൂട്ടരെ. ഒന്നാമത്തെ കാര്യം, വർഗീയ പാർട്ടികളിലേക്ക് പുള്ളി പോകുന്നത് ശരിയാണല്ലോ. കേരള കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടിയായിരുന്നല്ലോ. കാസക്കാരുടെ മെയിൻ സെയിം ആളാണ്. ക്രൈസ്തവന്മാരുടെ മെയിൻ സാധനമാണ് കേരള കോൺഗ്രസ്. പുള്ളി അതിനകത്തുണ്ടായിരുന്നു. ആദ്യം മാണിയുമായിട്ട് ഭയങ്കര കൂട്ടുകക്ഷിയായിരുന്നു. പിന്നീട് കോഴമാണിയെ അങ്ങേയറ്റം മോശമായിട്ട് പറഞ്ഞ് അങ്ങേരുമായിട്ട് ഗുസ്തിയായി അടിയായി അങ്ങനെ തളകി നത്തകിയൊക്കെ വിളിച്ചിട്ട് വന്നു. ഇങ്ങനെയില്ല വിജയെ പോലെയാണ്, രണ്ടും ചേരും. ആദ്യം അങ്ങോട്ട് കൂട്ടുകൂടും, പിന്നെ പച്ചയ്ക്ക് തളകി പറയും. അതാണ് PC അണ്ണായി. രണ്ടാമതാരായിരുന്നു SDP, തീവ്രവാദ സംഘടനയെന്ന് ഇങ്ങേര് പറയുന്ന ഇതേ സംഘടനയിൽ ഇങ്ങേര് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയാണ് ഇയാൾ MLA പോലും ആയത്. ഇപ്പം ആരാണ്? വർഗീയ പാർട്ടി എന്ന് ഇവർ പറയണത് വേറെ ഒരു പാർട്ടിയും ഇല്ല. വർഗീയത തുളുമ്പുന്ന ഒരു പാർട്ടിയായ BJP ആണ് ഇപ്പം അങ്ങേരുടെ പാർട്ടി. നിലത്തുറച്ച് നിൽക്കാൻ വയ്യാതെ ഇതിന്ന് ചാടി ഇതിന്ന് ചാടി കുരങ്ങനെ പോലെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പനിക്ക് വക്കാലത്ത് മായ. അല്ല, അതിപ്പോൾ അങ്ങനെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പനിക്ക് വക്കാലത്ത് പറഞ്ഞില്ലെങ്കിൽ സ്വത്ത് വകകളിൽ വല്ലതും കിട്ടുമോ? വർഗീയവാദികൾ എന്താണെന്ന് സ്വന്തം കുടുംബത്തിൽ നോക്കി അറിയാം.
പെണ്ണുമ്പിള്ളയുടെ പേര് അൽഫോൺസൂന്ന. പാർവതി കൊച്ചായിരുന്നു. വിവാഹശേഷം ജാതി മാറേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് പെങ്കൊച്ചിനെ കൊണ്ട് എത്തിച്ചത് ഈ കുടുംബത്തിന്റെ മതേതരത്വ സ്വഭാവം കൊണ്ടാണ്. മതേതരത്വം എന്താണെന്ന് നിങ്ങളുടെ കുടുംബം നോക്കിയാൽ മാത്രം മനസ്സിലാവും. വർഗീയവാദം എന്താണെന്നും നിങ്ങളുടെ കുടുംബം നോക്കിയാൽ മാത്രം മനസ്സിലാവും. കുടുംബത്തിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെന്ന് ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. പാർവതി എങ്ങനെ അൽഫോൺസ് അമ്മച്ചിയായെന്നൊന്ന് പറഞ്ഞു തരാമോ? അവിടെ എവിടെയാണ് ഈ മതേതരത്വം വിളയാടിയതെന്നൊന്ന് പറഞ്ഞു തരാമോ? ഹിന്ദുമത വിശ്വാസത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന മിസ്റ്റർ ഷോൺ എന്താണ് ഇപ്പം ചെയ്തത്? അതേപോലെ സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിലൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇദ്ദേഹം സ്ത്രീകൾക്ക് കൊടുക്കുന്ന അക്സെപ്റ്റൻസും സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും സ്ത്രീകൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും എന്താണെന്ന് അതിനകത്തുണ്ട്. മാറു മുറിച്ച് കളയേണ്ടി വന്ന ഒരു പാവപ്പെട്ടവളുടെ പ്രാണവേദനയെക്കുറിച്ച് ലവലേശം ബോധമില്ലാതെ, അത് പ്രൈവറ്റ് ടോക്ക് ആണെങ്കിൽ പോലും അതിനകത്ത് ഇങ്ങേരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ആ ഒരു അസുഖത്തിനെ പറഞ്ഞത്. അവർ നടത്തിയ ഒരു ക്യാമ്പയിൻ, അതും രാഷ്ട്രീയമൊന്നുമല്ല, അതിനകത്ത് ഈ ക്യാൻസറിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാൻസർ വന്നാൽ ഭയപ്പെടേണ്ട എന്നുള്ള ഒരു അവയർനെസ് ആണ് അവർ നടത്തിയത്. അവയർനെസ് ക്യാമ്പയിനിന് അതിനെപ്പോലും അത് അവരുടെ അഭിനയമാണെന്ന് പറഞ്ഞ് വളരെ മ്ലേച്ഛമായി അവതരിപ്പിച്ച ഈ വ്യക്തിക്ക് മൂക്കുകയറിടാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പൊതുജനം അത് ചെയ്യുമെന്നുള്ളതാണ്. ഇനി അച്ഛനോട് പറയാനുള്ളത്, മോംകൂട്ടം പറയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് തുല്യതയാണ് എല്ലാ മനുഷ്യർക്കും. ഇവിടെ ജാതി മത ലിംഗ വർണ്ണ വിവേചനം പാടില്ല എന്ന് ഭരണഘടനയുണ്ട്. ഒരു ജനപ്രതിനിധിയായ അയാൾക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ലേ? ഭരണഘടന മനസ്സിലാക്കണ്ടേ? അത്ര പോലും സാമാന്യബോധമില്ലാത്ത ഒരു മനുഷ്യനായാൾ. കുറച്ചൊക്കെ പൊതുബോധം വേണ്ടേ ഷോണെണ്ണ? നിങ്ങളും ഒരു ജനപ്രതിനിധിയല്ലേ? മോശമല്ലേ? ഏതായാലും അയാളെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ചിലപ്പം ചെയ്താലും ഒരു ദിവസം കൊണ്ട് ജാമ്യം കിട്ടും. തൻ്റെ ഇടമുള്ള അപ്പനല്ലേ. ഇത്രയും തോന്നിവാസമൊക്കെ മറ്റുള്ളവരൊക്കെ പറയാൻ നല്ല ആരോഗ്യം വേണം, അതിൻ്റെ ഒപ്പം നല്ല തൻ്റെ ഇടവും വേണം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ പിടിക്കുന്ന പ്രായത്തിൽ എന്തിനീ വേണ്ടാത്ത വേലയ്ക്ക് പോകാൻ പോകുന്നു? വല്ല കാര്യമുള്ളതാണോ? ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടക്കണ്ടേ? ധൈര്യസമേതം ജയിലിൽ പോകണമെന്നോ? അവിടെ നിങ്ങൾക്ക് ജാമ്യം കിട്ടും. അതത്ര വലിയ കുറ്റമൊന്നുമല്ല. അങ്ങോട്ട് ചെന്നാൽ മതി, അവർ ജാമ്യം തരും. മുൻകൂർ ജാമ്യമല്ലേ നിഷേധിച്ചുള്ളൂ കോടതി. കോടതി വിലയിരുത്തിയ കാര്യം അനിയൻ ഇവിടെ നിന്നുകൊണ്ട് വലിയ വായ്ത്താളം അടിക്കുന്നുണ്ട്. കോടതി വിലയിരുത്തിയത് ഞങ്ങളും കേട്ടതാണ്. നിരന്തരമായി അബദ്ധങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ജന്മമാണ് നിങ്ങളെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പം അബദ്ധം പറ്റുന്ന അപ്പനെ പറഞ്ഞു വിലക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥകൾ വരുമെന്ന് ചുരുക്കം. ഏതായാലും കേസ് കൊടുത്തവർക്ക് എൻ്റെ ഹാറ്റ്സ് ഓഫ്. അവർ ചെയ്ത വളരെ നല്ല കാര്യമാണ്. സൂപ്പർ. അങ്ങനെ തന്നെ വേണം. ഇനിയും അങ്ങനെ തന്നെയാണ്. ഇനി ഇതുപോലെ വേറൊരാൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ കൊണ്ടുവന്നിടുന്നതായിരിക്കും. ശക്തരാകൂ, സംഘടിക്കൂ എന്ന് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം തന്നെ എനിക്കിവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ളത്. ഇവരെ പോലെ തന്നെ ഓരോരുത്തരും കൊടുക്കേണ്ടതാണ്. ഈ കേസ് അവസാനിച്ചാൽ അടുത്ത ആൾ കൊടുക്കുക എന്നുള്ളതാണ്. നിരന്തരം കേസുകൾ കൊടുക്കുക. പ്രത്യേകിച്ച് ഇതിന് പണിഷ്മെൻ്റ് ഒന്നും കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല കേട്ടോ. പക്ഷേ നമ്മൾ ചെയ്യണം. കാരണം പ്രതിരോധമാണ് ഏറ്റവും നല്ല പ്രതിഷേധം. നമ്മൾ എത്ര നാൾ ഇത് സഹിക്കും? എന്നും നമ്മൾ അന്യരാണ്. ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പാകിസ്ഥാനികളാണ്, നമ്മൾ ഇവിടുന്ന് പോകണം, നമ്മൾ തീവ്രവാദികളാണ്. ഇത് കേട്ട് നിങ്ങൾക്ക് മടുക്കുന്നില്ലേ? ഈ രാജ്യത്തിൻ്റെ അവകാശികളാണ് നമ്മൾ. അത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്ന കണക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ ഉണ്ട് എന്നുള്ളത് വസ്തുത. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. യുവർ ലൈക്ക് ഈസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കമൻറ്റ്സ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കേൾക്കാൻ ആഗ്രഹമുണ്ട്.